103 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് കാണാൻ സാധിക്കുന്നു. ആമേൻ, സ്തോത്രം. പലപ്പോഴും നാം പല അവസരങ്ങളിലും നന്ദിയുടെ ഒരു കീർത്തനമായി പാടുന്ന വായിക്കുന്നൊരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന് യഥാർത്ഥത്തിൽ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ലളിതമാണ്, അത്രയ്ക്ക് സുപരിതമാണ്. നാം നിരവധി തവണ പാടി അല്ലെങ്കിൽ വാക്യപ്രതി ഗാനമായി വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ചില ചിന്തകൾ വേഗത്തിൽ പങ്കുവച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം. 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നമുക്ക് സുപരിതമായി അറിയാവുന്ന പ്രാർത്ഥനയിൽ നാം ഉപയോഗിക്കുന്ന ആമേൻ, സ്തോത്രം ഒക്കെ ഒരു വാക്യമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനക്കാരൻ ഈ വാക്യം പറയുന്നത് തന്നോട് തന്നെയാണ്. അവൻ താൻ പറയുന്നൊരു കാര്യം, എൻ്റെ മനസ്സെ എന്ത് ചെയ്യണം നീ. അപ്പോൾ എനിക്കിവിടെ നിന്നുകൊണ്ട് ബോസിറ്റൻ സ്തോത്രം പറ, ബ്രദർ ഹല്ലേലൂയ പറ എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് അല്ലേ? നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നില്ല, എനിക്ക് എളുപ്പമാണ് അത് പറയാൻ. പക്ഷെ ഏറ്റവും പാടുള്ള കാര്യം എന്നോട് തന്നെ പറയാന്നുള്ളതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ എന്നോട് തന്നെ എന്താ പറയണം? കാരണം ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഞാൻ എന്നോട് പറയണം എന്ത് ചെയ്യണം. അവൻ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയും, എൻ്റെ മനസ്സേ നീ ആരെ വാഴ്ത്തണം? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പ്രഥമ കർത്തവ്യം അതാണ്. നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ മനസ്സിനോട് നാം പറയാൻ തയ്യാറാകണം, നീ എന്ത്? ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ സ്തുതിക്കണം. ഏറ്റവും പാടുള്ള കാര്യമാണ്. ഈ മനസ്സിനെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് പിടിക്കാൻ കഴിയാത്ത ഒന്നാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത. ഒരു നിമിഷം കിട്ടിയാൽ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ സ്ഥലങ്ങൾ മാറി സാഹചര്യങ്ങൾ മാറിയൊക്കെ കടന്നു പോകുന്ന ഒന്നാണ് മനസ്സ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭത്തെങ്കിൽ തന്നെ പറയുകയാ, എൻ്റെ മനസ്സേ ആമേൻ നീ ദൈവത്തെ വാഴ്ത്തണം, നീ ദൈവത്തെ സ്തുതിക്കണം, ആമേൻ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തണം. ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ഹല്ലേലൂയ അവരവരോട് പറഞ്ഞാട്ടെ, ആമേൻ സ്തോത്രം, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച്, നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തെ വാഴ്ത്താൻ, ആമേൻ ഈ ആരാധനാ ദിവസം, ഈ വിശുദ്ധ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ ഓർപ്പിക്കുക. ചില കാരണങ്ങളും നിരത്തുന്നുണ്ട്. ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോഴും സങ്കീർത്തനക്കാരൻ അത് പറഞ്ഞ അവസാനം എൻ മനമേ യഹോവയെ വാഴ്ത്തുക അല്ലെ? അവസാനത്തെ വാക്യവും അതാണ്, ആമേൻ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്ക് പുറമേ നിന്നുള്ള ആഹ്വാനത്തെക്കാൾ ഉപരിയായി ഞാനും നിങ്ങളും നമ്മുടെ അനുദിന ആത്മീയ ജീവിതത്തിൽ നമ്മോട് തന്നെ പറയാൻ തയ്യാറാകണം, ദൈവത്തെ വാഴ്ത്താൻ. നമ്മുടെ അന്തരംഗം ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങിയാൽ, നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ ആത്മാവിൽ പറയാം, അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടും. അവിടെ ശത്രുവിന് വസിക്കാൻ കഴിയത്തില്ല, അവിടെ ശത്രുവിന് ജയിക്കാൻ കഴിയത്തില്ല, അവിടെ ശത്രുവിന്റെ പദ്ധതികൾക്ക് ആമേൻ സ്തോത്രം, ആമേൻ ആലോചനകൾക്ക് ആമേൻ നിവർത്തി ഉണ്ടാകത്തില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ അധരങ്ങളും ഒന്ന് ആമേൻ തുറന്ന് ഹൃദയങ്ങൾ ഏകാഗ്രമാക്കി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാൽ, ആമേൻ ആ വ്യത്യാസം നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് ഈ നിമിഷം മുതൽ വെളിപ്പെടാൻ ഇടയായി തീരും. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്ന പ്രാരംഭ കാര്യം, നമുക്ക് പുറമേ നിന്നുള്ള ഒരു കാര്യവുമല്ല ആദ്യം വേണ്ടുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് സ്തുതികൾ വെളിപ്പെടും. നമ്മുടെ ഉള്ളത്തോട് നമ്മൾ പറഞ്ഞ് ഉള്ളത്തെ റെഡിയാക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്താ കാരണങ്ങൾ പറയുന്നത്? എൻ്റെ സർവാന്തരങ്ങൾ ഒരു വിശുദ്ധനാമത്തെ വാഴ്ത്ത്, എൻ മനമേ അവൻ്റെ ഉപകാരങ്ങൾ. സ്തോത്രം. മനുഷ്യന് കിട്ടിയ വലിയൊരു കഴിവാണ് മറവി അല്ലേ? നമ്മളിങ്ങനെ പറയാറ് അനുഗ്രഹം, മറവി ഒരു ഇല്ലേ? മറന്നില്ലായിരുന്നെങ്കിൽ യോ ചിലതൊക്കെ മറക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ചില കുടുംബങ്ങൾ, ചില വ്യക്തികളൊക്കെ വലിയ വേർപാട് അനുഭവിക്കുന്നതിന് ശേഷം അവർക്കത് മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? നമ്മൾ തന്നെ ആകാം. അപ്പോൾ മറവി ഒരു അനുഗ്രഹമല്ലേ?
മറവി മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. സ്വതന്ത്രം. എന്നാൽ വചനം പറയുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ മറവി അനുഗ്രഹമല്ല. അത് സ്വതന്ത്രം ചെയ്യാമോ? സങ്കീർത്തനക്കാരൻ പറയും, ഈ മനസ്സിനെ ഉണർത്തിയിട്ട് വെറുതെ ഇരിക്കാനല്ല, നീ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. മറക്കരുത്. ഒരു കമാൻഡ് പോലെ പറയുക, ഒരു കൽപ്പന. മറന്നില്ലേലും കുഴപ്പമില്ല എന്നല്ല പറയണേ, ആണോ? മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. എന്താ കാരണം? മറക്കാൻ സാധ്യതയുണ്ട്, ഇല്ലേ? മറവി ദൈവം തന്നിട്ടുള്ളതാ. അപ്പം മറക്കാൻ എന്തുണ്ട്? അപ്പോൾ ആ സാധ്യത നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തിരുവനന്തപുരത്തിൽ മറ്റൊരു ഭാഗമുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും. എന്തു ചെയ്യും? ഞാൻ നിങ്ങളെ കീറിക്കളയും. സഹായിക്കാൻ ആരെങ്കിലും പറ്റുമോ? ഒട്ടിക്കാൻ പറ്റത്തില്ലെന്നർത്ഥം. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നർത്ഥം. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം, ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്ന ഈ കൂട്ടത്തിനെ സ്തോത്രം ചെയ്യുന്നു. പരപ്രേരണ കൂടാതെ, ആരുടെ നിർബന്ധം കൂടാതെ, ആമൻ ആരെങ്കിലും വിളിച്ചാലോ ഇല്ലെങ്കിലോ പറഞ്ഞില്ലെങ്കിലോ, ആമൻ സ്തോത്രം, നിങ്ങൾ ഒറ്റയ്ക്ക് ഈ പട്ടണത്തിൽ വന്നവരാണെങ്കിലും ആമൻ എങ്ങനെങ്കിലും തേടിപ്പിടിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ആമൻ സ്തോത്രം, ദൈവ സാന്നിധ്യമുള്ള ഒരിടം തേടിപ്പിടിച്ച്, അത് ഗൂഗിൾ മാപ്പിലൂടെ ആകാം, ഫ്രണ്ട്സിലൂടെ ആകാം, കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം പറ, ഇവിടുത്തെ പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം നിങ്ങളെ ഉരുവാക്കിയൊരു ദൈവം സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ മെനഞ്ഞൊരു ദൈവം സന്തോഷിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവനെ മറന്നിട്ടില്ല. ആരെ? ദൈവത്തെ. അതിൻ്റെ ഒരു തെളിവാ, അല്ലേ? മറന്നില്ലെന്ന് തെളിയിക്കും നമ്മുടെ പ്രവൃത്തിയിലൂടെ. ദൈവത്തെ മറക്കരുത്. ഈ ദൈവത്തെ മറക്കരുതെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ആ ഭാഗത്തൂടെ വേഗത്തിൽ ഓർപ്പിച്ചാൻ ഇരിക്കാം. 78-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. നോക്കണേ, 2 തലമുറകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. പിതാക്കന്മാരുടെ ഒരു തലമുറയെ കുറിച്ച് പറഞ്ഞിരിക്കുക. അവരെ പറയുന്നത് ശാഠ്യം, മത്സരം തലമുറ, ഹൃദയത്തെ സ്ഥിരമാക്കിയില്ല, ദൈവത്തോട് അവിശ്വസ്ത മനസ്സ് ഉള്ള തലമുറയായും തീരാതെ മറ്റൊരു തലമുറയെക്കുറിച്ച് 7-ാമത്തെ വാക്യത്തിൽ പറയാ, ദൈവത്തിൽ ആശ്രയം വെച്ച തലമുറ, ദൈവത്തിൻ്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച്. ഈ ഒരു കാലഘട്ടത്തിൽ ശത്രു പലപ്പോഴും പ്ലാൻ ചെയ്യുന്ന അടുത്ത ജനറേഷനെ കട്ട് ചെയ്ത് കളയണം. അടുത്ത ജനറേഷൻ ദൈവസന്നിധി വരരുത്. അടുത്ത ജനറേഷൻ ദൈവത്തോട് അടുക്കരുത്. അടുത്ത ജനറേഷനെ കുറിച്ച് ആമേൻ സ്തോത്രം, അവരുടെ പ്രയോജനപ്പെടാനുള്ള സകല സാധ്യതകളെയും ശത്രു അതിൻ്റെ തുടക്കത്തിൽ അരിഞ്ഞു കളയാൻ പദ്ധതി ഇടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയും, അത് മറന്നു കളയാത്തൊരു ജനറേഷൻ ഉണ്ടാകും. അത് മറന്നു കളയാത്ത, ദൈവത്തെ മറക്കാത്ത, ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഓർക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടാകും. ഈ ദൈവത്തെ മറക്കുന്നതിൻ്റെ തെളിവുകൾ സങ്കീർത്തനക്കാരൻ പറയാം. ശാഠ്യം, മത്സരം, ഹൃദയത്തെ കഠിനമാക്കി, അവിശ്വസ്ത മനസ്സ്. ദൈവമക്കളെ, സ്നേഹത്തോട് പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം അലിയണം. കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി മാംസളമായുള്ള ഹൃദയങ്ങളെ തരുന്നൊരു ദൈവം എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെയാണ് ഓർക്കേണ്ടത്, ദൈവത്തെ മറക്കരുത്. മനുഷ്യരെ കാണിക്കാനല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു തലമുറ ദൈവത്തെ മറന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവര് വലിയ പാപമൊന്നും ചെയ്തില്ല. ശാഠ്യം, മത്സരം, അവിശ്വസ്തത, ഹൃദയത്തെ കഠിനമാക്കി. എന്നാൽ മറ്റൊരു തലമുറ ഓർത്തു, ദൈവം ചെയ്ത പ്രവർത്തികളെ ഓർത്തു, അവന്റെ കൽപ്പനകളെ ഓർത്തു, അവന്റെ വഴികളെ ഓർത്തു. അവര് വേറൊന്നും ചെയ്തില്ല, ദൈവത്തിൽ ആശ്രയം വെച്ചു. ദൈവത്തിൽ ആശ്രയം വെച്ചു. ദൈവത്തെ മറക്കരുത്. യെശയ്യാപ്രവചനം 49-15 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 49:15. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നോക്കണമേ, വചനം പറയും, ഒരു സ്ത്രീ തന്റെ
കുഞ്ഞിനെ മറക്കുമോ? വളരെ കുറവാ അല്ലേ? അമ്മമാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അവർ വഹിക്കുന്ന ഭാരം, അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ഒക്കെ നമ്മൾ കാണണം. വചനം പോലും അതിനെ കുറിച്ച് പറയേ, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? സാധ്യത വളരെ കുറവാ. അല്ല, നൂലിഴയെന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞിനെ മറക്കുമോ? മറക്കാൻ സാധ്യതയില്ല. മറന്നാലും ആ വാക്യത്തിനാ ദൈവം സ്തോത്രം ചെയ്യും. മറക്കത്തില്ല കുഞ്ഞെ. ഇന്ന് പോലെ എത്ര പേർ വിശ്വസിക്കും? അമ്മ മറന്നാലും അപ്പൻ തള്ളിക്കളഞ്ഞാലും നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. അത് ഈ ഒരു ദൈവമുള്ളൂ. നിന്നെ പലരും മാറ്റി നിർത്തിയേക്കാം. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞേക്കാം, നിനക്ക് നിറമില്ലെന്ന് പറഞ്ഞേക്കാം, നിനക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞേക്കാം, നീ നല്ലവനല്ലെന്ന് പറഞ്ഞേക്കാം. 100 ന്യായങ്ങൾ നിരത്തി നിന്നെ മാറ്റി നിർത്തിയേക്കാം, മറന്നേക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ജനത്തോട് ആത്മാവിൽ പറയുക, ആരെല്ലാം നിന്നെ മറന്നാലും കർത്താവ് നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനല്ലേ ഒരു പാട്ട് തന്നെ ഉണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. അല്ലേ? നമ്മുടെ കർത്താവ് ഒരിക്കലും മറക്കാത്ത ദൈവമാണ്. ആ സങ്കീർത്തനക്കാരൻ പറയുക, ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ വിശുദ്ധ ദിവസം നാം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ മറക്കരുത്. അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. അവിടെ താഴോട്ട് അക്കമിട്ട് പറയുന്നുണ്ട് ഉപകാരങ്ങൾ. അടുത്ത വാക്യം വേഗത്തിൽ 103 സങ്കീർത്തനത്തിന് അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്നാമത്തെ അനുഗ്രഹം പറയാം, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും നമ്മൾ എണ്ണി പറയും. ഇല്ലേ? ഇന്ന തെറ്റ് ചെയ്തു, ഇന്നതായിരുന്നു പ്രശ്നം, ഞാൻ ഉൾപ്പെടെ, എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത് കേട്ടോ. നമ്മൾ പറയത്തില്ലേ, ഒരു തെറ്റ് കിട്ടിയ നമ്മുടെ ഈ വെള്ള ഷർട്ടിൽ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളത് പറയത്തില്ലേ? നമ്മുടെ സ്വഭാവം അതാ, മാറുമെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവം പറയാൻ, നിന്റെ ഒറ്റ അകൃത്യം പോലും ഓർക്കത്തില്ല, നിന്റെ അകൃത്യം ഒക്കെയും. ഇന്ന് പകൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ പറയാം, കഴിഞ്ഞ കാലങ്ങളിൽ തകർച്ചകൾ, വീഴ്ചകൾ സംഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഹൃദയവുമായി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാ, നിന്റെ മേലൊരു വിളിയുണ്ട്, നിന്റെ മേലൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് ചില ആലോചനകളുണ്ട്. നിന്റെ അകൃത്യത്തെ ആർക്കും മായ്ച്ചു തരാൻ കഴിയത്തില്ലെങ്കിലും നിന്റെ അകൃത്യം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്നവൻ നിന്നെ തേടി വന്നിട്ട് പറയുക, കുഞ്ഞേ, നീ എന്റെ കൈവിടരുത്, നീ എന്നെ വിട്ട് മാറരുത്, ആർക്കും ചെയ്യാൻ കഴിയാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. നിന്നെ പരിപൂർണമായി അങ്ങനെ പറഞ്ഞു ഒക്കെയും. അകൃത്യം 4 മാറ്റിയിട്ട് 3 അവിടെ ഇരിക്കട്ടെ എന്നാണോ? അല്ല, നിന്റെ ഈ കൊടും പാപം ഇത് ഞാൻ ക്ഷമിക്കത്തില്ലെന്നാണോ? നമ്മൾ ക്ഷമിക്കാൻ പാടാ, പക്ഷെ നമ്മളെപ്പോലെ അല്ല. ഒന്ന് സ്തോത്രം ചെയ്യാമോ? അകൃത്യം ഒക്കെയും 4 ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുന്നതല്ല, 1 വർഷത്തേക്ക് മാറ്റി വെച്ചേക്കുന്നത്. മോചിക്കുന്നു, മോചന ദ്രവ്യം കൊടുത്ത് മേടിക്കുക. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? മോചന ദ്രവ്യം. നീ ചെയ്ത അകൃത്യത്തിന്, എന്റെയും നിങ്ങളുടെ തെറ്റിന് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് പറയാം, ഐ ഹാവ് പെയ്ഡ് ദ പ്രൈസ്. ഞാൻ അതിന് വില കൊടുത്തു. കുഞ്ഞ, നീ മറക്കരുത്. സ്തോത്രം. ഏറ്റവും വലിയ നന്മ, അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു വാക്യോടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒത്തിരി കാര്യങ്ങൾ. ആ സങ്കീർത്തനം വളരെ സുപരിതമാണ്, ലളിതമാണ്. വീട്ടിൽ പോയി ഒരു 10 തവണ വായിച്ചോ, വലിയ ആത്മീയ അനുഗ്രഹമായിരിക്കും. ആമേൻ. 116 സങ്കീർത്തനം 12 വാക്യോടെ വായിച്ചാട്ടെ. അവിടെ ഇങ്ങനെ പറയുന്നത്, യഹോവ എനിക്ക് ഇത് സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനക്കാരൻ ചോദിക്കുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 103 സങ്കീർത്തനത്തിൽ പറയുമ്പോൾ 116 സങ്കീർത്തനത്തിൽ പറയുക, യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് എന്ത് പകരം കൊടുക്കാൻ പറ്റും? 1, മറക്കരുത്. 2, ആ രക്ഷയെ ഞാൻ ഉയർത്തിപ്പിടിക്കും. ആ രക്ഷയെ, കർത്താവിലൂടെ ലഭിച്ച ആ രക്ഷയെ
ആമേൻ, സ്തോത്രം. അതിനെ ഉയർത്തിപ്പിടിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. ഒരവസരവും സന്തോഷത്തോടെ കരങ്ങൾ കഥാൻ സ്വാതന്ത്ര്യം ചെയ്യുക. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.